ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു കുട്ടി ഓണം മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാരി ലുക്കാണ് കേട്ടോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ സ്കിൻ കെയറിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്കിൻ കെയറിൽ ഫസ്റ്റ് എൻ്റെ ടോണറായിട്ട് ഒരു റോസ് വാട്ടറാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വിറ്റമിൻ സി സിറമാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതെനിക്ക് കുറച്ചുകൂടെ ബ്രൈറ്റൻ കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഞാൻ എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് തന്നെ ചെയ്യാം. ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഐ കോൺടാക്ട് വെക്കാൻ വിട്ടുപോയ കാര്യം ഞാൻ ഓർത്തെ. ഇനിയിപ്പോൾ കരഞ്ഞ് മെഴുകാൻ വയ്യാത്തത് കൊണ്ട് തന്നെ നമ്മളത് മാറ്റി വെച്ചു തൽക്കാലത്തേക്ക്. ദെൻ അതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മോയ്സ്ചറൈസർ ഇട്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒന്ന് തിരിച്ച് കിട്ടിയ പോലെ ഒരു ഫീലായിരുന്നു. ഒരു പ്രത്യേക ഒരു നമ്മുടെ സ്കിന്നൊക്കെ തൊടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ദെൻ അതിന് ശേഷം സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്തത്. ആദ്യമൊക്കെ എനിക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. ഇപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഫേസിനൊരു ഗ്ലോ ഒക്കെ കിട്ടുന്നുണ്ട്. ദെൻ നമ്മൾ ഐബ്രോ സെറ്റ് ചെയ്യാണ്. അതിനുശേഷം ഐബ്രോ ഒക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചേ ചെയ്തിട്ടുള്ളൂ. കാരണം ഓൾറെഡി എനിക്ക് ഐബ്രോ നല്ല ഇതിൽ കിടക്കുന്നുള്ളത് കൊണ്ട് തന്നെ, അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തു. പിന്നെ ഐ മേക്കപ്പാണ്. ഐ മേക്കപ്പായിട്ട് ആദ്യം തന്നെ ഐ ഷാഡോ, നമ്മുടെ ബ്ലൗസിൻ്റെ കളറിനോട് ചേർന്നിട്ടുള്ള ഐ ഷാഡോ ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം കൺസീലറാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട്. താഴെ നമ്മൾ കണ്ണെഴുതി, അതുപോലെ തന്നെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചതിന് ശേഷം മുകളിൽ വാലിട്ട് നമ്മൾ ഐലൈനർ യൂസ് ചെയ്തിട്ട് കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ കണ്ണൊന്ന് വിടർത്തി വെക്കാനായിട്ട്, കൺപീല് വിടർത്താൻ വേണ്ടിയിട്ട് നമ്മൾ മസ്കാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഐ മേക്കപ്പ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷനും പിന്നെ ഒരു ഫേസിനൊരു ഗ്ലോ തോന്നിക്കാൻ വേണ്ടിയിട്ട്, സ്കിൻ ഗ്ലോ ആക്കിയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രീമുണ്ട്. അത് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ലൈറ്റ് ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ലൈറ്റ് കളറിലോട് കൂടിയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ബ്ലൗസിന് മാച്ചായിട്ടുള്ളൊരു പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് കുറച്ച് ഡാർക്ക് ആയിക്കോട്ടെ, ഒരു ട്രഡീഷണൽ ലുക്ക് അല്ലേ, അപ്പോൾ ഡാർക്ക് ആയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ ഇട്ടതാണ്. പക്ഷേ എൻ്റെ ഈ സ്കിന്നിന്, അത് ഞാൻ ഫേസസ് കാനഡയുടെ ആണ്, എൻ്റെ ഈ ഒരു സ്കിന്നിന് ഇത് കുറച്ചുകൂടെ ഡാർക്ക് ആയപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ അധികം ഫീൽ ചെയ്യുന്നുണ്ടാവില്ല, ഡയറക്റ്റ് നല്ല ഡാർക്ക് ആയപ്പോൾ തോന്നി. അതിനുശേഷം സിന്ദൂരും നമ്മൾ ഓർണമെൻറ്റ്സും ഒക്കെ ഇട്ട് സാരിയൊക്കെ ഉടുത്ത് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണം ലുക്ക് വന്നിട്ട്. വളരെ സിമ്പിളായിട്ട്, വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു ഓണം കോസ്റ്റ്യൂമാണിത് കേട്ടോ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ ഞാൻ റിവ്യൂ ആയിട്ട് ഞാൻ മുന്നേ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ അതിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ക്ലിപ്സൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മുടെ വീഡിയോയുടെ അവസാനം ഞാനത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. താങ്ക് യു.